ഈ വീഡിയോയിൽ കുറച്ച് സ്പോയിലർ എലമെന്റുകൾ വരുന്നുണ്ട്, പക്ഷേ ആദ്യം ഒന്നുമില്ല കേട്ടോ. സ്പോയിലർ ഒന്നുമില്ല, നമ്മൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്പോയിലർ എലമെന്റുകൾ വരും. ആ സ്പോയിലർ എലമെന്റുകൾ വരുന്നതിന് മുമ്പ് ഞാനൊരു മുന്നറിയിപ്പും തരും. അവിടെ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് ഓർമ്മിച്ചിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഞ്ച് ഡയലോഗുകളുടെ പഞ്ചവർണ്ണ തത്ത എന്നൊക്കെ എനിക്ക് വിളിക്കാൻ തോന്നുന്ന എൻ്റെ പ്രിയപ്പെട്ട ബാലയ്യയുടെ ഏറ്റവും പുതിയ സിനിമ അഖണ്ഡ 2 തിയേറ്ററിൽ പോയി കണ്ടു. അയ്യേ, ഇവനൊക്കെ ബാലയ്യയുടെ പടമൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിക്കുന്ന എല്ലാ ആൾക്കാരും മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോഴേ മലയാളത്തിൽ ഡബ് ചെയ്ത് വെച്ച പടത്തിനൊന്നും പോരുത്. PVR ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തും കണ്ടിട്ടുണ്ട്, കൊച്ചിയിലും കണ്ടിട്ടുണ്ട്. PVR ലുലുവിലൊക്കെ വൈകുന്നേരം ഒരു 10 മണി സമയമൊക്കെ ആകുമ്പോൾ ഒരു തെലുങ്ക് ഷോ വെച്ചിട്ടുണ്ടാവും. അതായത് ആ ഒറിജിനൽ ലാംഗ്വേജിലുള്ളൊരു ഷോ വെച്ചിട്ടുണ്ടാവും. ആ ഷോ കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വരും. അവരുടെ കൂടെ കയറിയിട്ട് നിങ്ങൾ ഈ സിനിമ കാണണം. എൻ്റെ പൊന്നു മോനെ, വൈബ് എന്നൊക്കെ പറഞ്ഞാൽ എജാതി വൈബാണെന്നറിയോ. പടം തുടങ്ങുന്നതിന് മുമ്പ് ജയ് ബാലയ്യ ജയ് ജയ് ബാലയ്യ കുറേ വിളിക്കും. അത് കേട്ട് വേണമെങ്കിൽ നമുക്ക് കൂടെ വിളിക്കാം. കാര്യം കൂട്ടത്തിൽ വിളിക്കുമ്പോൾ ആരും അറിയില്ലല്ലോ. ഉള്ളിൽ നിന്നൊരു സൗണ്ടൊക്കെ അങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ ഒരു സുഖമാണ്. അത് കഴിഞ്ഞ് അവർ ഓരോ സീനിനും കയ്യടിക്കും, കൂക്കി വിളിക്കും. ശരിക്കും തിയേറ്ററിൽ എങ്ങനെ ഒരു സിനിമ എൻജോയ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അങ്ങനെയുള്ള സിനിമകൾ വല്ല കാലത്ത് സംഭവിക്കാറുള്ളൂ. പക്ഷേ തിയേറ്ററിൽ എങ്ങനെയാണ് ഒരു സിനിമ ഇങ്ങനെ എൻജോയ് ചെയ്ത് കാണേണ്ടത് എന്നുള്ളത് അവർ നമുക്ക് പഠിപ്പിച്ചു തരും. ഒരു പിണ്ണാക്ക് മനസ്സിലായില്ലെങ്കിലും നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു വൈബാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി കാണാൻ ഈ ബാലയ്യ പടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. അഡ്രിനാലിൻ റഷ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് അഡ്രിനാലിൻ റഷ് അല്ല. അഡ്രിനാലിൻ്റെ ഒരു ലോറി മറിഞ്ഞ് അതിൻ്റെ കൂടെ സനാതനധർമ്മത്തിൻ്റെ മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ അതാണ് ബാലയ്യയുടെ അഖണ്ഡ 2 എന്ന് പറയുന്നത്. ഈ സിനിമ കഴിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ബാലയ്യ അടുത്ത നാഷണൽ അവാർഡ് ഉറപ്പിച്ചിട്ടുണ്ട്. നാഷണൽ അവാർഡ് കിട്ടും, അതിനുള്ള എല്ലാ സാധനവും. നാഷണൽ അവാർഡ് ചിലപ്പോൾ 2 എണ്ണമൊക്കെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമയിൽ 2 വേഷം പുള്ളി ചെയ്തിട്ടുണ്ടല്ലോ. മാത്രമല്ല ഇത് 2ാമത്തെ പാർട്ടും ആണല്ലോ. എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ 2 നാഷണൽ അവാർഡ്. കാരണം പുള്ളി എല്ലാവർക്കും കിട്ടുന്ന പോലെ കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിച്ചില്ലെങ്കിൽ, അപ്പോൾ 2 നാഷണൽ അവാർഡ് ഒരുമിച്ച് ബാലയ്യക്ക് കൊടുക്കാനുള്ള ഒരു സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഓസ്കാറിനും പാംഡിയോറിനും അയക്കുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയമുള്ളത്. പക്ഷേ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, ചൈനക്കാർ ഈ സിനിമ കാണാൻ പാടില്ല. കാരണം അവർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇത് തന്നെ അവർ കണ്ടു ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോരോ പാർട്സായിട്ട് കട്ട് ചെയ്തിട്ട് ട്രോൾ അടിച്ച് അത് നമ്മളെ കാണിച്ച് നമ്മുടെ ആത്മവീര്യം തകർത്ത് അവർ ഇന്ത്യ പിടിച്ചടക്കാനുള്ള ചില പ്ലാനുകൾ ഇടാൻ സാധ്യതയുണ്ട്. അതിൽ കോമഡിയാണ് അവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക. പക്ഷേ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും തിയേറ്ററിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് പണിതേക്കുന്നത്, വിഷ്വൽ പരിപാടികൾ. ഇയാൾ ഈ തൃശ്ശൂലും കൊണ്ട് വന്നിട്ട് നമ്മളിപ്പോൾ പല സിനിമകളിലും കാണുന്നതാണല്ലോ, ഒരു ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇവർ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുക എന്നുള്ളത്. ഈ പുള്ളി തൃശ്ശൂലം എടുത്തൊരു കറക്ക് കറക്കുന്നു, തൃശ്ശൂലം കഴുത്തിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു, ചുറ്റും നിൽക്കുന്ന ഈ തോക്കുമായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം കഴുത്തിന് വെട്ടേറ്റ് മരിച്ചു വീഴുന്നു. ഇങ്ങനെ പൂ കൊഴിഞ്ഞ് വീഴുന്നത് പോലെയാണ് മനുഷ്യന്മാരൊക്കെ മരിച്ചു വീഴുന്നത്. അതിരെയാണ് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജില്ലക്കുള്ള ആൾക്കാരെ കൊന്നിട്ടേ തിരിച്ചു കയറും എന്ന് പറയുന്ന പോലത്തെ അങ്ങനത്തെ ആക്ഷൻ സീക്വൻസുകളാണ്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. കാര്യം ഇവരിതിനൊരു വിഷ്വൽ ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ട്. ചോരക്കളി കാണിച്ച് ചോര കാണിച്ച് നമ്മളെ ഇങ്ങനെ ആ ഒരു അസ്വസ്ഥത നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർ ആക്ച്വലി ഒരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു കുഞ്ഞു സംഭവം പറഞ്ഞുതരാം. നമ്മുടെ NBK ബാലയ്യ, നന്ദമൂരി ബാലകൃഷ്ണ, അദ്ദേഹം കുനിഞ്ഞിങ്ങനെ തൃശ്ശൂലം എടുക്കുമ്പോൾ ഇദ്ദേഹം കുനിഞ്ഞിങ്ങനെ നിൽക്കില്ലേ, ആ സമയത്ത് പുള്ളിയുടെ ബാക്കിൽ ഒരു 5-6 തൃശ്ശൂലം ഇങ്ങനെ വിരിഞ്ഞു വരും. ഞാനിതിങ്ങനെ വാഗൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നും. പക്ഷേ സ്ക്രീനിൽ ഇത് കാണണം, തിയേറ്റർ സ്ക്രീനിൽ. ഫോണിലൊക്കെ കണ്ട് എന്തടി മനുഷ്യ കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോ. പക്ഷേ സ്ക്രീനിൽ ഇത് കാണണം, തിയേറ്റർ സ്ക്രീനിൽ. പറ്റുകയാണെങ്കിൽ ഈ ഓഡിയൻസിൻ്റെ കൂടെ നിങ്ങളിരുന്ന് കാണണം. അവന്മാർ കൈയടിക്കുന്നു, വിസിലടിക്കുന്നു. കൊതിയാവും നമുക്ക് ഇതുപോലൊരു സിനിമ നമുക്ക് ആഘോഷിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. അതിന് പരിപാടിയാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ബോയപട്ടി ശ്രീനു എന്നാണോ ബോയാപതി ശ്രീനു എന്നാണോ ആ പേര് വായിക്കുക എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മച്ചാന് പരിപാടി അറിയാം. അതായത് ഈ സിനിമ കാണാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനെ കൂടി വിലയിരുത്തുമ്പോൾ ഈ സിനിമ കാണാൻ പോകുന്ന ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ടറിയാം. പ്ലസ് അതൊന്നും ശ്രദ്ധിക്കാതെ സ്ക്രീനിലൊരു ആക്ഷൻ, ആ ഒരു വൈബ് കേൾക്കാൻ വേണ്ടി കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരില്ലേ, അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നും കൃത്യമായ ധാരണയുണ്ട്. വെൽ പാക്ഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് ഈ പടം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു ഭക്തനാണെന്ന് വെച്ചോ, നിങ്ങൾ കുറച്ച് കുങ്കുമവും ഭസ്മമായിട്ട് തിയേറ്ററിൽ പൊക്കോ, നിങ്ങൾക്ക് വാരി വെതറി പ്രാർത്ഥിക്കാനുള്ള സാധനം സിനിമയിലുണ്ട്. ഇനി ഇതൊന്നുമില്ല, നമുക്ക് എന്താണ് ബാലയ്യ കാണിച്ചു വെച്ചേക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഈവൻ ട്രോൾ ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണാനുള്ള സാധനം ഉണ്ടെന്നേ. തമൻ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് തമൻ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്. പ്രത്യേകിച്ച് ബാലയ്യയുടെ പടങ്ങൾക്ക് അയാൾ മ്യൂസിക് ചെയ്യുമ്പോണ്ടല്ലോ എന്തോ സംഭവിക്കുന്നുണ്ട്. ഈ പുള്ളി എന്തോ ഒരു മാജിക്കൽ സാധനം ഇട്ട് വെക്കുന്നുണ്ട്, നിറഞ്ഞങ്ങോട്ട് നിൽക്കുകയാണ്. ജയ് 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 ബാലയ്യ. ആ പാട്ട് എനിക്കിപ്പോഴും ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. അതിൽ മറ്റേ ബാലയ്യ പുറകിലേക്ക് ഷർട്ടൂരി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചാടി പോണ ആ സാധനമില്ലേ, അതെനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. അതുപോലെ ആ പാട്ടിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് ഈ സിനിമയിൽ
പാട്ട് വരുന്നുണ്ട്, അതിനൊക്കെ കയ്യടി നിങ്ങൾ കേൾക്കണം. അതേ പറഞ്ഞാൽ ആ ഓഡിയൻസിൻ്റെ കൂടെ കാണണം. അല്ലാതെ തന്നെ മലയാളം ഡബ്ഡ് വേർഷനൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ അയ്യേ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. അങ്ങനെ ചെയ്യരുത്. കഥ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള സബ് ടൈറ്റിൽ തിയേറ്ററിലുണ്ട്. ബാക്കി ഇയാളുടെ ഡയലോഗ് ഡെലിവറി ഒക്കെയാണ്. പുള്ളി ഇങ്ങനെ വന്നിട്ട് പുള്ളി ആക്ച്വലി ഷൗട്ട് ചെയ്യാണ്, മോനെ നിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുക, മോനെ നിൻ്റെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ആ മാതിരി ഇയാൾ ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അതിനൊരു എഫക്റ്റ് ഉണ്ടല്ലോ, എക്കോ ഒക്കെ ഇട്ടിട്ട് ഇവർ സൗണ്ടൊക്കെ പൊലിപ്പിച്ച് വെച്ചിട്ടേ ഭയങ്കര അടിപൊളിയാണ്. സി രാമപ്രസാദ്, സന്തോഷ് ഡി ഡെറ്റക്കെ, അങ്ങനെയാണ് ആ പേര് വായിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. തമ്മി രാജുവാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. VFX ആരാ ചെയ്തതെന്നുള്ളത് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇതിൻ്റെ ക്രെഡിറ്റ്സ് നോക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇതൊരു ടോപ്പ് നോച്ച് VFX അല്ല. അതായത് ഇത് VFX ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഗ്രീൻ സ്ക്രീൻ ഇട്ട് നടന്നു വരുന്നതാണെന്നും ഇത് വിഷ്വൽ എഫക്ട്സ് ആഡ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ മനസ്സിലാവുമ്പോഴേ ലാലേട്ടൻ പറയുന്ന മോനെ മേക്ക് ബിലീഫ് അല്ലേ സിനിമ എന്ന് ചോദിച്ചാൽ ആ സാധനം വെച്ചിട്ട് നമ്മളിതിങ്ങനെ കാണുമ്പോൾ മേക്ക് ബിലീഫാണ്. ഇയാൾ വന്നൊരു അയാൾ തൃശ്ശൂരും എടുത്ത് തറയെ കുത്തുമ്പോൾ ഒരു ടാങ്ക് വന്ന് പൊട്ടിത്തെറിക്കും. അതായത് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ടാങ്ക് വന്ന് പൊട്ടിത്തെറിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കും. ആ രീതിക്ക് അത് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയുള്ളൂ. അമ്മാതിരി ഒരു സാധനമുണ്ട്. പക്ഷേ മലയാളം ഡബ്ബ് എനിക്ക് അറിയില്ല കേട്ടോ, മലയാളം ഡബ്ബ് ഇനി നന്നായി ചെയ്തിട്ടുണ്ടോയെന്ന്. പക്ഷേ എത്ര നന്നായി ചെയ്തു എന്ന് പറഞ്ഞാലും ആ ക്രൗഡിനെ നമുക്ക് ആ ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണണം. അപ്പോഴേ ഇതിനൊരു ഇമ്പാക്റ്റ് ഉള്ളൂ. ഞാൻ തെലുങ്ക് 3D ആണ് കണ്ടത്. തിരുവനന്തപുരത്ത് രാത്രിയല്ല വൈകുന്നേരം 6:45 ഷോയ്ക്കായിരുന്നു. അത്യാവശ്യം തെലുങ്ക് മാതൃഭാഷയായിട്ടുള്ള പിള്ളേർ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാർ കൂക്കി വിളിച്ചു അടിച്ചു പൊളിച്ച് ജോളിയായിട്ട് അങ്ങനെ ഇരുന്ന് കണ്ടു തീർത്തൊരു സിനിമയാണ്. ഇനി അങ്ങോട്ട് ഞാൻ സിനിമയിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഒരു ബാലയ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളെയൊക്കെ മെൻഷൻ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ തെറ്റായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. സോ എനിക്കൊരു സ്പോയിലർ ഫ്രീ അനുഭവമാണ് വേണ്ടത് എന്ന് ഉറപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. തിയേറ്ററിൽ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സിനിമ ആരംഭിക്കുന്നത് പാർട്ട് 1 കുറച്ച് ഗ്ലിംസ് ഒക്കെ കാണിച്ചിട്ടാണ്. ഈ സിനിമ കാണാൻ പാർട്ട് 1 കാണണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഒരു ബേസിക് ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. ആരോടെങ്കിലും ചോദിക്കുക, അവർ 2 വാചകത്തിലോ 3 വാചകത്തിലോ കഥ പറഞ്ഞു തരും. അതൊന്ന് മനസ്സിൽ വെക്കുക, എന്നിട്ട് സിനിമ കണ്ടാൽ മതി. പടം തുടങ്ങുമ്പോൾ തന്നെ NIA ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് കഥാപ്രസംഗമാണ്. പുള്ളിയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയിൽ നിലനിന്ന പഴയ ധർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ധർമ്മങ്ങളുടെ അത്ര അത്യാവശ്യം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊച്ചു നിയമങ്ങളൊക്കെ വെച്ച് ഈ നാടിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ നിയമങ്ങൾ പോരാ, നമ്മുടെ ആ ധർമ്മവും ആ പരിപാടിയൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വൻ പരിപാടിയാണ്. പക്ഷേ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മറ്റ് ഓഫീസേഴ്സ് പറയുന്നത് അയാൾ കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ടെങ്കിൽ ക്രിമിനലാണ്. അപ്പോൾ ഇയാൾ പറയും അല്ല, അയാൾ കൊന്നതൊക്കെ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, ഈ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാൾ എത്ര പേര് വേണമെങ്കിലും കൊല്ലും. പക്ഷേ ധർമ്മം സംരക്ഷിക്കാനല്ലെങ്കിൽ, അങ്ങോട്ടൊരു പ്രശ്നത്തിനും പോയില്ലെങ്കിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മനുഷ്യനാണ് എന്നാണ്. ലോകത്തുള്ള എല്ലാ ക്രിമിനലുകളും ഇങ്ങനെ തന്നെയല്ലേ പറയണത്. പക്ഷേ ഈ മറ്റേ പുള്ളി ദൈവമാണ്. അതായത് ബാലയ്യയുടെ ഭസ്മം പൂശി വരുന്ന ക്യാരക്ടർ ശിവനാണ് എന്ന് വിശ്വസിച്ച് അങ്ങനെ ഇത് യോജിക്കാത്ത ഓഫീസേഴ്സിനോട് എനിക്കിനി ജോലി ചെയ്യേണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ച് കുംഭമേളയ്ക്ക് പോവാണ്. ആക്ച്വലി ഈ സിനിമയുടെ കഥ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ആകെയുള്ളത് ഭസ്മം പൂശുന്ന ബാലയ്യനെ മാത്രമാണ്. കാരണം സനാതന ധർമ്മം കൊട്ടിഘോഷിക്കലാണ് ഇതിൻ്റെ പ്രധാന പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ മറ്റേ ബാലയ്യൻ കൂടി ഉണ്ടല്ലോ, ഡബിൾ റോളല്ലേ. അപ്പോൾ ഈ ഡബിൾ റോളിൽ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അങ്ങ് സൗത്ത് ഇന്ത്യയിൽ ഒരു പെർട്ടിക്കുലർ ഗ്രാമപ്രദേശത്ത് അവിടെ കുറേ കഞ്ചാവ് ലോബികളൊക്കെ ഉണ്ട്. ആ കൃഷി നടത്തുന്നത് ആ നാട്ടിലുള്ള പാവത്തുങ്ങളെ അടിമകളാക്കി വെച്ചിട്ടാണ്. അത് സംരക്ഷിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളാണ്. അവിടെ നിന്നുള്ള ആദായം എടുക്കുന്നത് ബോംബെയിൽ നിന്നുള്ള അണ്ടർവേൾഡ് ആണ്. പിന്നെ കർണാടകയിൽ നിന്ന് വേറെ ആരാണ്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു മിക്സ് ഓഫ് സംസ്ഥാനങ്ങളാണ് ഈ ഗ്രാമത്തിനെ മുതലെടുത്തുകൊണ്ട് ഈ പറയുന്ന ലഹരി മരുന്ന് വ്യാപാരമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഗ്രാമത്തിൽ PM-ൻ്റെ ഒരു യോജന നടപ്പാക്കാൻ വേണ്ടി, പക്ഷേ അവിടെ നടപ്പിലാക്കി കഴിഞ്ഞ് ഇവന്മാരൊക്കെ കൂടി പ്രശ്നം ഉണ്ടാക്കും, കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ PM-ൻ്റെ എന്തോ ആണ്, ഷംന കാസിം അവതരിപ്പിക്കുന്ന ക്യാരക്ടറാണ്. പുള്ളിക്കാരി 1 മണിക്കൂറിൽ പ്രശ്നം ഒഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങ് നാട്ടിലുള്ള ബാലയെ വിളിക്കും. പുള്ളി നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഘടോൽക്കജമിടിയാണ്. എല്ലാവരെയും എടുത്ത് എയറിൽ നിർത്തി കംപ്ലീറ്റ് ഇടിച്ചു പൊളിച്ച് കഴിഞ്ഞിട്ട് പുള്ളിയുടെ മൾട്ടി ലിംഗ്വൽ പഞ്ച് ഡയലോഗുണ്ട്. ഒരു പാൻ ഇന്ത്യൻ സിനിമ വരുമ്പോൾ എന്താണ് സംഭവിക്കുക, അത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്തു പോകും. ഇത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ബാലയ്യ നിന്ന് 5 ലാംഗ്വേജിൽ നിന്ന് തള്ളുകയാണ്. തെലുങ്കിൽ പറയും, കന്നഡയിൽ പറയും, ഹിന്ദിയിൽ പറയും, തമിഴിൽ പറയും. അയ്യോ, മലയാളത്തിൽ പറഞ്ഞില്ലേ? അപ്പോൾ 4 എന്തായാലും മൾട്ടി ലിംഗ്വൽ പഞ്ച് ഡയലോഗും പരിപാടിയൊക്കെ ഉണ്ട്. ഈ 5 ഡയലോഗുകളിലും 4 ഡയലോഗുകളിലും ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ നാട് മറ്റേതാണ് മറിച്ചതാണ്, ലഹരി മരുന്ന് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റഡി ക്ലാസ് ഒക്കെ എടുത്തിട്ട് പുള്ളി മകളെ കാത്തിരിക്കുകയാണ്. മകൾ ഭയങ്കര ഐക്യമുള്ള, പുള്ളിയുടെ ഭാര്യ മരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ മകൾ ഭയങ്കര ഐക്യമുള്ള, രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടുന്ന മരുന്നുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ രാമായണത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാരതത്തിന് മുഴുവൻ സംരക്ഷിക്കുന്ന കവചം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. ആ റിസർച്ച് നടത്തുന്ന സ്ഥാപനത്തിൻ്റെ
മേലധികാരിയാണ് നമ്മുടെ സംയുക്ത മേനോൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. ഇപ്പോൾ സംയുക്ത മേനോൻ നാട്ടിൽ വന്ന് ബാലയുടെ കൂടെ ഡാൻസ് കളിക്കേണ്ട ഒരു സോങ് ഒക്കെ അത്യാവശ്യമായതുകൊണ്ട് ഈ കുട്ടി നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അച്ഛൻ ബാലയെ കാത്തിരിക്കുന്നു. കുട്ടി വരുന്നു, കൂടെ സംയുക്ത വരുന്നു. അവിടെ വെച്ചിട്ട് കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇത്രയൊക്കെ ആഘോഷമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അപ്പം തന്നെ ഡാൻസും പരിപാടിയൊക്കെയാണ്. ഡാൻസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് സംയുക്ത മേനോൻ വന്ന് കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ആളാണ് എൻ്റെ അച്ഛൻ എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും പിന്നീട് അങ്ങോട്ട് സംയുക്തയുടെ ക്യാരക്ടറിന് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് നിങ്ങൾ സിനിമ കണ്ട് അനുഭവിച്ചാൽ മതി. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ ഇതിലെ മെയിൻ പരിപാടി എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ചൈനയിൽ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാകിസ്ഥാൻകാരും മുസ്ലിങ്ങളും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ തീവ്രമായ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളോ വരുമ്പോൾ പാകിസ്ഥാൻകാരാണ് ബലിയാടാവാറുള്ളത്. ഇപ്രാവശ്യം അത് ചൈനയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനയിലുള്ള ഒരു മേജർ എനിക്ക് ഇന്ത്യയെ തകർക്കണം, എങ്ങനെ തകർക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പറ്റിയൊരാളുണ്ട്. മുമ്പ് ഇവിടെ മേജറായിരുന്ന ജനറലായിരുന്ന ആരാണ്ടാണ്. പുള്ളിയുടെ അടുത്ത് പോയി ചോദിച്ചാൽ മതി എന്നൊരു പട്ടാളക്കാരൻ ഉപദേശിക്കും. അങ്ങനെ ഈ മുൻ മേജറായിട്ടുള്ള ആ പട്ടാളക്കാരനെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ചൈനക്കാരനാണ്. പുള്ളീനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ പുള്ളി ഒരു ഗുഹയിൽ മറ്റേ ഇലക്ട്രോണിക് ഡോറെല്ലാം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഡോറ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഏകദേശം സെൻട്രലായിട്ടിരുന്നിട്ട് ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരു 5-6 പേര് അവരും വട്ടം കൂടി ഇരുന്ന് ഭഗവത്ഗീത വായിക്കുകയാണ്. എന്നാൽ പിന്നെ പുള്ളി വായിക്കുന്ന കുറച്ച് ഒച്ചത്തിൽ വായിച്ചാൽ ബാക്കി എല്ലാവരും കേൾക്കുമല്ലോ. പക്ഷേ അതിവിടെ പറ്റില്ല. എല്ലാവരും വട്ടം കൂടി ഇരുന്ന് ഭഗവത്ഗീത വായിക്കുന്നു. ഒരുപാട് സ്ക്രീനുകൾ ചുറ്റും വെച്ചിട്ടുണ്ട്. അവിടെ ഇന്ത്യയുടെ മാപ്പുകളാണ്, 28 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ അടയാളപ്പെടുത്തി. പിന്നെ പണ്ടത്തെ ഇന്ത്യ, അഖണ്ഡ ഭാരതം ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ഒരു മാപ്പ്. അങ്ങനെ ഇന്ത്യയുടെ വിവിധമായ മാപ്പുകളൊക്കെ കാണിച്ചു വെച്ചിട്ട് ഇവരിരുന്ന് ഭഗവത്ഗീത വായിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആത്മാവിരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നതിൻ്റെ മെയിൻ കോർ എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദൈവമുണ്ട് എന്ന് പറയുന്നൊരു വിശ്വാസത്തിലാണ് ഇന്ത്യൻ ജനങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് പ്രശ്നം വന്നാലും ദൈവമേ എന്നാണല്ലോ വിളിക്കുന്നത്. അത് കണ്ടിട്ട് ചൈനക്കാർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും. ഭഗവത്ഗീത വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പരിപാടി പുള്ളിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ദൈവമില്ല എന്ന് ഇന്ത്യൻ ജനതയെ വിശ്വസിപ്പിച്ചാൽ ഇന്ത്യക്കാരെ നമുക്ക് തോപ്പിക്കാൻ പറ്റും. ഇതാണ് പുള്ളി ഭഗവത്ഗീത കുത്തിയിരുന്ന് വായിച്ചിട്ട് പഠിച്ചത്. ഇതിൽ സഹായം ചെയ്യാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവും കൂടി വരുന്നുണ്ട്. എന്നിട്ട് അവരൊരു അടാറ് പരിപാടി ഒപ്പിക്കുകയാണ്. മഹാകുംഭമേള, വൈറസ് പരിപാടികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ആൻറ്റിഡോട്ട് അത് കണ്ടുപിടിക്കുന്ന ആരാ ബാലയുടെ മോളാണ്. പക്ഷെ അങ്ങ് നാട്ടിൽ സ്വന്തം അമ്മ മരിക്കാൻ കിടക്കുന്നതുകൊണ്ട് നാട്ടിലുള്ള ബാലയ്ക്ക് മകളുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പകരം 5-6 വർഷമായിട്ട് മഞ്ഞുമലയിൽ മഞ്ഞിൽ ഉറച്ചു നിന്ന് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ ഭസ്മം പൂശുന്ന ബാലയാണല്ലോ വരേണ്ടത്. അങ്ങനെ ഇന്ത്യൻ ആർമിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ അമ്മ അതിൽ കടുത്ത ആക്രമണം അഴിച്ചു വിടുന്ന ആ ടെറർ ഗ്യാങ്ങിൻ്റെ ഇടയിലേക്ക് ഭസ്മം ബാലയെ വരികയാണ്. ഭസ്മം ബാലയെ വന്നു കഴിഞ്ഞാൽ പിന്നെ അർജം പുറഞ്ഞ ഇടിയാണ്. ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ കണ്ണഞ്ചിപ്പിക്കുന്ന ഇടി, അതുപോലെ വെടിക്കെട്ട് പ്രകടനങ്ങളൊക്കെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ബാലയെ കുനിഞ്ഞ് തൃശ്ശൂലം എടുക്കുമ്പോൾ പുള്ളിയുടെ പുറകിൽ തൃശ്ശൂലങ്ങൾ ഇങ്ങനെ വിരിഞ്ഞു വരുന്നു. അങ്ങനെ കുറേ ആൾക്കാരെ എത്ര പേരെ പുള്ളി ഇടിക്കുന്നു, അവർ മുഴുവൻ മറ്റേ താമര വിരിയുന്ന പോലെ പുള്ളി ഇങ്ങനെ സംരക്ഷിച്ച് പിടിക്കുന്നു. അങ്ങനെ വൻ പരിപാടികളാണ്. ഇതിൻ്റെ ഇടയിൽ ഈ വൈറസിനുള്ള മരുന്നും കാര്യങ്ങൾ ഈ കൊച്ചിൻ്റെ ഇരിക്കുകയാണല്ലോ. ഇത് വേഗം ആർമിയുടെ കയ്യിൽ എത്തിച്ചാലാണ് അവർക്ക് എത്രയും പെട്ടെന്ന് പ്രൊഡക്ഷൻ ആരംഭിച്ച് ആൾക്കാരുടെ ജീവനൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ആ സമയത്ത് പുള്ളി വഴിയിലൊരു അമ്പലം കാണുമ്പോൾ ശിവൻ്റെ അമ്പലമാണ്. ആ അമ്പലത്തിൽ ചെന്നിട്ട് മന്ത്രം ചൊല്ലി വിളക്ക് കത്തിക്കുന്നു, ധാരധാരയായിട്ട് വെള്ളമൊഴിക്കുന്നു. അങ്ങനെ ഭയങ്കര ഭക്തിയും പരിപാടിയും. ആ സമയത്ത് അങ്ങോട്ട് വരുന്ന ആളുകളും അതുപോലെ തന്നെ ഈ മരുമോളും ഒക്കെ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും മനുഷ്യരെയൊക്കെ കൊന്നൊടുക്കുന്നത്? ഇവരൊക്കെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ദൈവത്തിന് കഴിയാത്തത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുമ്പോൾ പുള്ളി അവിടെ നിന്നിട്ട് സനാതന ധർമ്മത്തിനെ കുറിച്ച് ഉദ്ഘോഷം നടത്തുകയാണ്. സനാതന ധർമ്മം അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയാണ്. പിന്നെ ദൈവം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വരുന്നില്ലല്ലോ എന്നൊരാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എന്താണ് വിചാരിക്കുക? അയാൾ ഇല്ലയെന്ന് വിചാരിക്കുമോ അതോ ഔട്ട് ഓഫ് റീച്ച് ആണെന്ന് വിചാരിക്കുമോ? ഔട്ട് ഓഫ് റീച്ച് ആണെന്ന് വിചാരിക്കും. ദൈവവും അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുക, അതുപോലെ ദൈവം നിങ്ങൾ ഡീൽ ചെയ്യുന്നുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളി ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ നടത്തും. പക്ഷേ ആൾക്കാരുടെ ചോദ്യങ്ങൾ കൂടുമ്പോൾ സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി വടിയും കുത്തിപ്പിടിച്ച് ഒരൊറ്റ ഇറങ്ങി നടത്തുവാണ്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പൊടിയും പുകയൊക്കെ പറക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലൊന്നും ചോദിക്കാനില്ല. ഇതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, മകൾ നാട്ടിലേക്ക് അച്ഛനെ കാണാൻ വരും. ഈ അച്ഛൻ ബാലയ്യ നാട്ടിലുണ്ടല്ലോ, പുള്ളിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് അച്ഛൻ ബാലയ്യ പെട്ടെന്ന് പോഞ്ഞിക്കര മോഡിലേക്ക് മാറും. ഓടി നടന്ന് എല്ലാ പാത്രത്തിലും ഉപ്പിടുക, പച്ചക്കറി വാരി വെതറുക, മസാല ഇടാൻ പറയുക. ഇതൊന്നും പോരാഞ്ഞ് സംയുക്ത ഒരു ബോട്ടിൽ തുറക്കണ സമയത്ത് ആ ബോട്ടിൽ തുറക്കുമ്പോൾ തന്നെ എൻ്റെ ഈശ്വര ഇവിടുന്ന് ഈ മണം എന്ന് പറഞ്ഞിട്ട് ബാലയ്യ സംയുക്തയുടെ റൂമിലേക്ക് ഓടി കയറുകയാണ്. ഒരു ഉളുപ്പുമില്ലാതെ അദ്ദേഹം അവിടുന്ന് മദ്യം ചോദിച്ചു വാങ്ങിച്ചു കുടിക്കുന്നു. എന്തായാലും ഭസ്മം ബാലയ്യ ഓടി നടന്ന് മനുഷ്യന്മാരെ കൊല്ലും. ഇതിനിടയ്ക്ക് പിശാചുക്കളുമായിട്ട് വരുന്ന ഡോക്ടർ സ്ട്രേഞ്ചിലെ ഒരു ഇൻസ്പിറേഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അയാളെ കൊല്ലുന്നു. അങ്ങനെ കൊന്നു ഏറ്റവും ലാസ്റ്റ് ചൈനക്കാരെ മുഴുവൻ പുള്ളി കൊല്ലും. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭസ്മം ബാലയ്യ ഇപ്രാവശ്യം താടി കുറച്ചും കൂടി നീട്ടി വളർത്തി ഒരു സാന്റാക്ലോസ് വേഷത്തിലാണ് ഈ കർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. പിന്നെ പുട്ടിന് പീരിടുന്നത് പോലെ അദ്ദേഹം ഈ സാഫ്രോൺ കളറിനെ കുറിച്ച് ഇടക്കിടക്ക് പറയുന്നുണ്ട്. ഇതിനിടയിൽ മണിപ്പൂരിൽ നടന്നിട്ടുള്ള
തമ്മിലുള്ള പ്രശ്നം പ്രതിപക്ഷം ഉണ്ടാക്കിയതാണ് എന്നുള്ള രീതിയിലൊരു ആഖ്യാനമൊക്കെ നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെയുള്ള കുറേ ആഖ്യാനങ്ങൾ നമുക്കിതിൽ കാണാൻ പറ്റും. പിന്നെ ചൈനയെ പുച്ഛിക്കാൻ വേണ്ടി ഇന്ത്യക്കാരൊക്കെ മഹമ്മരാണ്, നിങ്ങൾ ഈ മലയിലൊക്കെ കയറി പല്ലിയൊക്കെ പിടിച്ച് തിന്നുമ്പോൾ ഞങ്ങൾ ആ മലയിൽ അമ്പലങ്ങൾ പണിതില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗുകളൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം എന്ന് പറയുന്നൊരു ആംഗിളിൽ ചെയ്തതായിരിക്കും. അങ്ങനെ ചൈനക്കാരെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനക്കാർ ഇത് വെച്ച് ട്രോൾ ഉണ്ടാക്കി നമ്മുടെ ആത്മവീര്യം കെടുത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ഓണറബിൾ മെൻഷൻ എന്നുള്ള രീതിയിൽ പറയാൻ തോന്നുന്ന 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന റോൺസൺ വിൻസെൻറ്റ്, അദ്ദേഹത്തിനെ ഈ സിനിമയിൽ കാണുന്നുണ്ടായിരുന്നു. താടിയൊക്കെ വെച്ചിട്ട് വില്ലൻ വേഷത്തിൽ പുള്ളിക്ക് ഭയങ്കര സ്ക്രീൻ പ്രസൻസ് ആണ്. മെയിൻ വില്ലനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഇനിയിപ്പോൾ കൂടുതൽ ഇങ്ങനെ ബിഗ് ബോസിലൊക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് ഇയാൾ ആരാണ് എന്ന് ആലോചിക്കാൻ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ, ഒരു പരിചയം തോന്നുന്നുണ്ട്. അങ്ങനെ ഇരുന്നുകൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷേ പുള്ളിക്ക് ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ്. അയാളെ വെച്ച് ഒരുപാട് വില്ലൻ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുള്ള വെള്ളത്താടിയുള്ളൊരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ക്രിസ് വേണുഗോപാലാണ്. പുള്ളിക്കും നല്ല സ്ക്രീൻ പ്രസൻസ് ആണ്. ഇവരിങ്ങനെ സ്ക്രീനിൽ കാണുമ്പോഴേ ഇപ്പോൾ ബാലയ്യനെ നല്ലോണം പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ പരിപാടികളൊക്കെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ പുള്ളി വന്ന് നിൽക്കുമ്പോഴും ഇവരവിടെ ഉണ്ട്. അങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസ് പരിപാടി എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും പടം OTT-ലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ റോസ്റ്റിംഗ് ചാനലുകൾക്ക് ഒരു ചാകരയായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ തിയേറ്ററിൽ നിങ്ങളിത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തെലുങ്ക് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കണ്ടാണ്ടല്ലോ, മോനെ അപാര എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ലാതെ കണ്ടാൽ ചിലപ്പോൾ മറിച്ച് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഉപസംഹരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. അവനവൻ കണ്ട് വിലയിരുത്തേണ്ടതാണ്. ഓരോ സിനിമകളും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ടേക്കും. സോ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.